ഏവർക്കും നമസ്തേ. വെൽക്കം ബാക്ക് ടു PMTV പബ്ലിഷിംഗ് ഹൗസ് സൈക്കിക് മീഡിയം തെരേസ. ഞാൻ ഡോക്ടർ ടി വർഗീസ്, CEO ആൻഡ് ഫൗണ്ടർ ഓഫ് PMTV സ്റ്റഡി ഇൻ യൂറോപ്പ് ആൻഡ് ഓൾസോ PMTV പബ്ലിഷിംഗ് ഹൗസസ്, ഓൾസോ നോൺ ആസ് സൈക്കിക് മീഡിയം തെരേസ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പ്രധാനമായിട്ടും പങ്കുവയ്ക്കാനായിട്ടുള്ളത് എൻ്റെ ഓട്ടോബയോഗ്രഫി സ്നേഹപൂർവ്വം ആത്മാക്കൾക്കൊപ്പം തെരേസ, ദ മെസ്സേജസ് ഫ്രം ദ സ്പിരിറ്റ് വേൾഡ് ടു സൈക്കിക് മീഡിയം തെരേസ എന്നുള്ള ബുക്കിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ തന്നെ എപ്രകാരമാണ് നാം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ അനിവാര്യതയെ പറ്റിയും എങ്ങനെ പ്രാർത്ഥിക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രാർത്ഥനയും നൽകിയിട്ടുണ്ട്. അപ്പം നിരവധിയായിട്ടുള്ള ആളുകൾ ചാനൽസിലൂടെയൊക്കെ തന്നെയും എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യാറുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന, അത് ഞാൻ എൻ്റെ ഡെയിലി ലൈഫിൽ എപ്പോഴും കൺസൾട്ടേഷൻ ഉള്ള സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയറാണ്. ആ ഒരു പ്രെയർ നിങ്ങൾക്ക് വേണ്ടി ബുക്കിൽ നൽകിയിട്ടുണ്ട്. ബുക്ക് ഇതുവരെ വാങ്ങിക്കുവാനും വായിക്കുവാനും സാധിക്കാത്ത ആളുകൾക്ക് വേണ്ടി ആ ഒരു പ്രെയർ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: സർവശക്തനായ ദൈവമേ, ഈ കാലയളവിൽ അങ്ങ് എനിക്കായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങയോട് നന്ദിയുള്ളവളാണ്. ആത്മാവിൻ്റെ ലോകത്തെക്കുറിച്ചും ആത്മാവിൻ്റെ മണ്ഡലങ്ങളെക്കുറിച്ചും എന്നെ ബോധ്യപ്പെടുത്തിയതിനും ഈ സത്യത്തെ അറിയുന്ന ഓരോരുത്തർക്കും അതിശോഭനമായ ഒരു ഭാവി സുനിശ്ചിതമാണ് എന്ന തിരിച്ചറിവിനും ഞാൻ നന്ദി പറയുന്നു. ഈ കാലം അത്രയും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ചതിന് എല്ലാ ദേവന്മാർക്കും ദേവതകൾക്കും ഈ പ്രപഞ്ചത്തിനും ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ ഈ ജീവിതത്തിൽ ആത്മീയ യാത്രയിലൂടെ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന സ്വർഗീയ ദൂതന്മാരെ, കാവൽ മാലാഖമാരെ ഞാൻ അങ്ങേയറ്റം നിങ്ങളിൽ എൻ്റെ വിശ്വാസം അർപ്പിക്കുന്നു. എല്ലാവിധ ദുഷ്ടശക്തികളിൽ നിന്നും, നീച ചിന്ത വെച്ച് പുലർത്തുന്ന മനുഷ്യരിൽ നിന്നും, നിഷേധാത്മക മനസ്സിൻ്റെ ഉടമകളിൽ നിന്നും അങ്ങ് നാളിതുവരെ എനിക്ക് സംരക്ഷണം ഒരുക്കിയതുപോലെ എന്നേക്കും സംരക്ഷണം ഒരുക്കണമേ എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഞാനോ എൻ്റെ കുടുംബമോ ഞാൻ അറിയുന്നതും അറിയാത്തതുമായ എൻ്റെ പൂർവികരോ ഈ ജന്മത്തോ ഏതെങ്കിലുമൊക്കെ ജന്മാന്തരങ്ങളിലോ ചെയ്തു പോയ പാപങ്ങൾക്കും ദുഷ്കൃത്യങ്ങൾക്കും അങ്ങ് ഞങ്ങളോട് പുറത്തു തരണമേ. ഞാനോ അവരോ ഏതെങ്കിലും ജന്മത്തിൽ ചെയ്തിട്ടുള്ള അത്തരം തെറ്റുകൾക്ക് വേണ്ടി ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. അപ്രകാരം അങ്ങയുടെ കാരണം ഞങ്ങളെ സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുകയും പരലോകത്തിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാനായി അവസരം ഒരുക്കുകയും ചെയ്യണമേ. അങ്ങയുടെ അളവറ്റ കാരുണ്യവും ദയയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആത്മാക്കളെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു വളരെ ശക്തമായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രെയർ ഞാൻ ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അതല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ, അതിപ്പോൾ നമ്മുടെ പേരൻസ് ആകാം, മക്കളാകാം, നമുക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് ആകാം. അപ്പോൾ ഇവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു ചെവിയിൽ കൂടി കേട്ട് മറ്റൊരു ചെവിയിൽ കൂടി ഇറക്കി വിടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. എന്നാൽ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എസ്പെഷ്യലി നമ്മുടെ ഈ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിൻ്റെയൊക്കെ കേസ് പറയുമ്പോൾ, പൂർവികരുടെ കേസ് പറയുമ്പോൾ നമുക്ക് ഒരു സർട്ടൻ നമ്പർ ഓഫ് ആളുകളെ മാത്രമേ അറിയുള്ളായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും നാം ഇപ്പോൾ അനുഭവിച്ചു വരുന്ന നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ആരോഗ്യവും ആയുസ്സും ബുദ്ധിയും ശക്തിയും നന്മയും, ഇപ്പോൾ നമ്മുടെ വീടാകാം, നമ്മളുടെ സമ്പത്താകാം, നമ്മളുടെ ആസ്തിയാകാം, അതല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രോപ്പർട്ടി ആകാം, നമ്മുടെ ദുരിതങ്ങളാകാം, ഇതിനൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആർക്കും കൂടെ ഉത്തരവാദിത്വമുണ്ട്? നമ്മുടെ പൂർവികർക്ക്, അതായത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനും ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിനും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ മുഖേന നമുക്ക് കിട്ടിയ സ്വഭാവ സവിശേഷതകളും നന്മയും തിന്മയും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഈ തിന്മയുടെ ഭാഗം, അതല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കോണ്ടെക്സ്റ്റുകൾ, നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഒക്കെയും എല്ലാ ആളുകൾക്കും സ്വാഭാവികമായിട്ടും ഉള്ളതാണ്, പോസിറ്റീവ് മാത്രമല്ല ഉള്ളത്. അപ്പം അങ്ങനെയുള്ള കർമ്മങ്ങൾ മുഖേന ഉരുത്തിരിഞ്ഞ കടങ്ങളുണ്ട്. ആ കർമ്മകടങ്ങളും പുറത്തു തരണമേ, മാറണമേ എന്ന് നാം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ജീവിത പാതയിൽ വീണ്ടും ഈ കർമ്മഘടങ്ങൾക്ക് നാം ഇരയായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് തീർക്കാനായിട്ട് നമ്മൾ വീണ്ടും റീബർത്ത് എടുത്ത് വരേണ്ടി വരും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെ നമ്മളാലാവുന്ന രീതിയിൽ ആ കർമ്മഘടങ്ങൾ അവരോടും നമുക്കെന്തെങ്കിലും സോഫാർ ഉണ്ടെങ്കിൽ അതും ക്ഷമിക്കണമേ എന്ന് ഈ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുകയും സംരക്ഷണം സീക്കുകയും ചെയ്യുക എന്നുള്ളത് നാം ഏവരുടെയും വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു ചെറിയ കാര്യം എന്നാൽ വലിയൊരു മഹത്തായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയോടുകൂടി
ഞാൻ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മറക്കാതിരിക്കുക. വീണ്ടും മനോഹരമായിട്ടുള്ള എപ്പിസോഡുകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യേണ്ട ആളുകൾ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. സ്റ്റേ ബ്ലെസ്ഡ്.